നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥ്യോ വ്രജോയം. ഓം ശ്രീ ഭട്ടപാദമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ. ഗുരുവായൂരപ്പാ ശരണം പ്രസാദിക്കണേ. നാരായണീയം ദശകം 1 ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരിവീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീഃ അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ പ്രസാദിക്കണേ. മേൽപ്പത്തൂര് കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാനോട് പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ, അവിടുത്തേക്ക് നമസ്കാരം. അതാണ് അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. ഇതാണ് നാരായണീയത്തിലെ ആദ്യത്തെ നമസ്കാരം. ഈ ഭഗവാന് കാരുണ്യം മാത്രമേ ഉള്ളൂ? അല്ല, കാരുണ്യം മാത്രം ഉണ്ടായാൽ പോരല്ലോ, പ്രഭുത്വം വേണ്ടേ? എന്നാൽ നമ്മുടെ ഗുരുവായൂരപ്പന്റെ പ്രഭുത്വം എന്താ? ഇന്ന് നമ്മൾ ആ ഗുരുവായൂർ ക്ഷേത്രം, അവിടുത്തെ ചില സമ്പ്രദായങ്ങള്, ആ ക്ഷേത്ര പരിസരം, അവിടുത്തെ ഭഗവാനുള്ള പ്രത്യേക പൂജകള്, നിവേദ്യങ്ങള്, ഭഗവാന്റെ ആനകള്, മറ്റുള്ള കാര്യങ്ങള്, ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോ, ഇവയൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും, എന്താ ഗുരുവായൂരപ്പന്റെ ആ പ്രഭുത്വം? വളരെ ശരിയാണ്. ഇതൊക്കെ ഗുരുവായൂരപ്പനാവാം. മേൽപ്പത്തൂര് അത് മാത്രല്ല കാണണത്, ആ ഭഗവാന്റെ ശരിക്കുള്ള വിഭുത്വം. അതാണ് ഐശ്വര്യം. ഇവിടെ കാണാം, ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. മേൽപ്പത്തൂര് തൻ്റെ മുമ്പില് സുപ്രസന്നനായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന ഉണ്ണിയായ ഭഗവാനോട് പറയുന്നുണ്ട്, എന്താ അങ്ങയുടെ ഐശ്വര്യം? ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങള്, നമുക്കതില് ഒരെണ്ണം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത് പറയാം. നമ്മളിന്ന് കാണുന്ന ഈ പ്രപഞ്ചം, അതിൽ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങള്, ഓരോ ബ്രഹ്മാണ്ടത്തിലും ത്രിമൂർത്തികള്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇങ്ങനെ ത്രിമൂർത്തികള്.
ഇന്ദ്രാദി ദേവന്മാര്, സപ്തർഷികള് തുടങ്ങിയവരൊക്കെ. ഇതൊരു ബ്രഹ്മാണ്ടത്തിലത്തെ കഥയാണ്. ഇങ്ങനെ അനേകം കോടി ബ്രഹ്മാണ്ടങ്ങള്, ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങള് ഈ ഭഗവാന്റെ തിരുരോമകൂപങ്ങളിലൂടെ സൃഷ്ടി എന്ന നിലയ്ക്ക് പുറത്തേക്കും സംഹാരം എന്ന നിലയ്ക്ക് അകത്തേക്കും വന്നിട്ടും പോയിട്ടും ഇരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ പോവാം. ആ ഗുരുവായൂരപ്പനെ, ഭഗവാനെ തൊഴാൻ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് പ്രവേശിക്കും. തൊഴുതു കഴിഞ്ഞവരോ, അനേകം ആൾക്കാർ കിഴക്കേ ഗോപുരം വഴിയാണ് അകത്തേക്ക് അങ്ങനെ പ്രവേശിക്കും. തൊഴുതു കഴിഞ്ഞവരോ പടിഞ്ഞാറ് ഗോപുരം വഴിയും ഭഗവത് കെട്ടിലുള്ള കവാടം വഴി പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ്. ആ ഭഗവാന്റെ തിരുരോമകൂപങ്ങളിലൂടെ സൃഷ്ടി, സംഹാരം എന്നീ നിലകളിലായിട്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങള് അകത്തേക്കും പുറത്തേക്കും വന്നിട്ടും പോയിട്ടും ഇരിക്കുന്നുണ്ട്. ഭാഗവതത്തിലെ അനേകം ഭാഗങ്ങളിൽ ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ച്, ആ മഹിമയെക്കുറിച്ച് ശ്രീ സുഖബ്രഹ്മർഷി അങ്ങനെ വർണ്ണിച്ച് വ്യാസഭഗവാനൊക്കെ വർണ്ണിച്ച് അങ്ങനെ പറയണത് കാണാം ഭാഗങ്ങള്. ഒരു സന്ദർഭത്തിൽ കാണാം, വൃന്ദാവനത്തില് ബ്രഹ്മാവ് വന്ന് ഭഗവാനോട് ക്ഷമാപണം പറഞ്ഞ് സ്തുതിക്കുന്ന ഒരു ഭാഗം. ബ്രഹ്മാവ് എന്തിനാ വന്നത്? ഈ കയ്യിലൊരു ചൂരക്കോലും പിടിച്ച് പശുക്കുട്ടികളെ മേച്ച് നടക്കുന്ന ഈ ഭഗവാൻ, ഈ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ഈ വിചാരിക്കുന്നത് പോലുള്ള ആളാണോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മാ പരീക്ഷിതുമന സപരോക്ഷഭാവം. ബ്രഹ്മാവ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ എന്തുണ്ടായി? ബ്രഹ്മാവിനെ നേത്തൊടിച്ച് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ആ സന്ദർഭത്തില് തെറ്റു മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മാവ് ക്ഷമാപണം പറഞ്ഞ് സ്തുതിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ കാണാം, അവിഗണിതാണ്ഡ പരാണുചര്യാവാതാത്വരോമ വിവരസ്യ ച തേ മഹിത്വം. ഭഗവാന്റെ തിരുരോമകൂപങ്ങളിലൂടെ ബ്രഹ്മാണ്ടങ്ങള് അനേകമെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് ബ്രഹ്മാവ് പറയണത്, സ്തുതിക്കണത്. ആ ഭഗവാന്റെ മഹിമയാണത്. അപ്പോഴോ ഓരോ ബ്രഹ്മാണ്ടത്തിലെയും ബ്രഹ്മാദേവന്മാർക്ക് വേണ്ട ഐശ്വര്യം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഷം തോറും അഥവാ മാസം തോറും കൊടുക്കേണ്ട വേതനം അല്ലെങ്കിൽ അലവൻസ് മുതലായവ എന്ന് വിചാരിച്ചോളൂ, അത് സമയം തെറ്റാതെ കൃത്യമായിട്ട് അങ്ങനെ എത്തിച്ചു കൊടുക്കും. എന്നിട്ടോ ഭഗവാൻ പിന്നെ ഇവിടെ വിശ്രമിക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് നമ്മളൊക്കെ ആണെങ്കിലോ ഒന്നും പറയാനില്ല. നമ്മളെ പോലെ പരിഭ്രമിച്ച് എല്ലാ ഭാഗത്തും ഓടി നടന്ന് എല്ലാവർക്കും കിട്ടിയില്ല എന്നൊന്നും അന്വേഷിക്കണമെന്നും ഗുരുവായൂരപ്പന പരിഭ്രമയില്ല. അദ്ദേഹം അവിടെ അങ്ങനെ വിശ്രമിക്കും, അവിടെ അങ്ങനെ കിടക്കും. അതൊക്കെ ആ സമയാസമയം പോലെ നടക്കുന്ന ഭഗവാൻ അറിയാം. കൃതകർമ്മ കൃതാകൃതി, അതാണ് ആ ഭഗവാന്റെ പ്രഭുത്വം. ബ്രഹ്മാവ്, മഹേശ്വരൻ മുതലായുള്ള ദേവാദികൾക്കൊക്കെ അവരെ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഭഗവാൻ കൊടുക്കുന്നതിലൂടെയാണ് ഉണ്ടാവണത്. അതാണ് ആ പ്രഭുത്വം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. ഭഗവാന്റെ വീര്യം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം.
നമ്മുടെ പുരാണങ്ങളിലൊക്കെ കാണുന്ന ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അവരെ പോലെ അത്ര കേമന്മാര്, എന്താ അവരുടെ കേമത്വം? എന്തിനും പ്രാപ്തിയുള്ളവരാണ്. അങ്ങനെയുള്ളവര് ഈ ഭഗവാന്റെ മുമ്പില് നിഷ്പ്രഭരാവും. ഈ ഭഗവാൻ അവിടുന്ന് ഒന്നങ്ങോട്ട് എഴുന്നേൽക്കുക, അവിടുന്ന് അങ്ങോട്ട് വരികയൊക്കെ ചെയ്താൽ ഒന്നുമില്ല പിന്നെ ഇവരൊന്നും. നമ്മുടെ ഈ ഇന്ന് കാണുന്ന ലോകത്ത് ഇതുപോലുള്ള കുറച്ച് പൗരുഷശാലികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവരുടെ യശസ് അത്രയ്ക്കങ്ങട് ഒന്നാന്തരമായിക്കോളണമെന്നില്ല. എന്താ കാരണം? വേറൊന്നുമല്ല, പല പല കടും കൈകളും ചെയ്തിട്ടാണ് അവർ ഇത്രയ്ക്കൊക്കെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഗുരുവായൂരപ്പനെ ഭഗവാൻ എങ്ങനൊരു പ്രയാസമില്ല. എന്താ? വിമലമപിയശോ നിസ്പൃഹൈശ്ചോപഗീതം. ഗുരുവായൂരപ്പന്റെ യശസ് അത് വളരെ പരിശുദ്ധമായിട്ടുള്ള യശസ്. ആ യശസ്സോ നിസ്പൃഹൈശ്ചോപഗീതം. ആ യശസ്സാണ് ഋഷീശ്വരന്മാരങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരാഗ്രഹമില്ലാത്ത ആൾക്കാരാ പാടിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ നാരദ മഹർഷി, അതുപോലെ ശ്രീ സുഖബ്രഹ്മർഷി, ഇവരൊക്കെ എന്ത് നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ ഈ ഭാഗവതം അങ്ങനെ പാടിക്കൊണ്ട് നടക്കണത്? ഒരാവശ്യമില്ല അവർക്കൊന്നും. അതുപോലെ മാർക്കണ്ഡേയൻ, ആ ആലിലക്കണ്ണനെ തൻ്റെ ആ മനസ്സിലങ്ങനെ കണ്ട് എന്തിനാ അദ്ദേഹം അങ്ങനെ കീർത്തിക്കണത്? എന്താ ആഗ്രഹം കൊണ്ടാ? ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള അവധൂതന്മാര്, യോഗീശ്വരന്മാര്, ഋഷീശ്വരന്മാര്, നിസ്പൃഹന്മാര് പാടിക്കൊണ്ട് നടക്കുന്ന ഒന്നാന്തരം യശസ്. പിന്നെപ്പോ ഇവര് ആൾക്കാരൊക്കെ പാടുന്നുണ്ടെങ്കിൽ പിന്നെപ്പോ നമ്മളെ പോലുള്ള സ്പൃഹ ഉള്ള ആൾക്കാരുടെ അവസ്ഥ പറയാനുണ്ടോ? എന്താ ഈ സ്പൃഹ എന്ന് പറഞ്ഞാൽ? ആഗ്രഹം. ഈ എത്രയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന്, അത് കഴിയുമ്പോഴേക്കും അടുത്തത്, പിന്നത്തത് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമുക്ക്. ആ ആഗ്രഹങ്ങളുള്ള എല്ലാവരും തന്നെ ഭഗവാന്റെ കഥകള്, ആ കഥകളിലൂടെ ഭഗവാൻ ലഭിച്ച നാമം, ഇതൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ നടക്കും. നമ്മളൊക്കെ ആ ആഗ്രഹങ്ങളുള്ള, അതായത് ആ സ്പൃഹയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലാണ് പെടുക കേട്ടോ. ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ഈ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഇത്ര തിരക്കെന്താ? ഓരോ ആഗ്രഹങ്ങളായിട്ടാണ് അങ്ങനെ അവിടേക്ക് കയറി ചെല്ലുന്നത് ആൾക്കാരെ. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്യും. പിന്നെയോ അഖില വിദസി, ഇവിടെ കാണാം, പരിപൂർണ ജ്ഞാനമാണ് ആ ഭഗവാന്. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടം, എല്ലാം അറിയുന്ന ആള്. എന്നാലോ നക്വാപിതേ സംഘവാർത്ത. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാന് ആരോടും ഒരു തരത്തിലുള്ള സംഘമില്ല. നിസ്സംഗനാണ് അദ്ദേഹം, ഭഗവാൻ. ഇപ്പോ മേൽപ്പത്തൂര് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയെ ഇപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നുകയാണ്. ഇത് മേൽപ്പത്തൂര് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിയായ ഭഗവാൻ കണ്ണുകളൊക്കെ വിടർത്തി, കാതു കുറിപ്പിച്ചായിരിക്കണത് കേൾക്കാൻ വേണ്ടിയിട്ടേ. കൗതുകമായി ഭഗവാന്. എന്താവും തന്നെ ഇനിയിപ്പൊ പട്ടേരി വിളിക്കുക? ഇതും പറഞ്ഞ് ഗുരുവായൂരപ്പൻ, ഉണ്ണിയായ ഭഗവാൻ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് പട്ടേരി പറഞ്ഞു, ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പ, അങ്ങാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് പൂർണ്ണമായും അർഹതയുള്ളവൻ. അതിനാൽ ഇനി മുതല്
ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നാണ് പറയേണ്ടത്. ഇവിടെയാണ് ഗുരുവായൂരപ്പന്റെ അടുത്ത പ്രത്യേകത. എന്താച്ചാൽ നമ്മളെ കൊണ്ട് ഭഗവാൻ എന്ന് നേരിട്ട് വിളിപ്പിക്കാതെ നമ്മുടെ ഉള്ളില് മനസ്സില് ഇദ്ദേഹമാണ് നമ്മുടെ ഭഗവാൻ പ്രഭു എന്ന് അനുഭവം കൊണ്ട് അങ്ങോട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, നമ്മളാരും ഗുരുവായൂരപ്പ ഭഗവാൻ എന്നോ അല്ലെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നോ വിളിക്കാറുണ്ടോ? ഗുരുവായൂരപ്പന്റെ ആ അമ്പലത്തിലാണ് ചെന്ന് നമ്മളെ തൊഴുകാനങ്ങോട്ട് നിന്നു. അങ്ങനെ കീഴിൽ നിൽക്കുമ്പോഴാണ് ആ ഉച്ചപൂജയ്ക്ക് നട ഇങ്ങോട്ട് തുറന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ പറയാറുണ്ടോ? പറയാറില്ല. ഗുരുവായൂരപ്പാ എന്റെ കണ്ണാ ഉണ്ണി എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇത് മാത്രമേ വിളിക്കുള്ളൂ അല്ലേ? അതാണ് ഗുരുവായൂരപ്പന്റെ ആ പ്രത്യേകത, കാരുണ്യം. ഭഗവാൻ എന്നാൽ ഐശ്വര്യ പരിപൂർണൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം എന്നീ ഗുണങ്ങള് തികഞ്ഞിട്ടുള്ള ആള്. അദ്ദേഹത്തിനെയാണ് ഭഗവാൻ എന്ന് പറയുക. ഈ ലോകത്തില് ഗുരുവായൂരപ്പനൊഴികെ മറ്റാരെയും ഭഗവാൻ എന്ന് വിളിച്ചിട്ടൊരു കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? നമ്മളെ ആരെങ്കിലും ഭഗവാൻ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂര് പറയണു, ആ ശബ്ദം ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. അപ്രഭോ ഭഗവാനെ അങ്ങയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എന്ന് വിളിക്കേണ്ടത് ഈ ഗുരുവായൂരപ്പനെ മാത്രം. മേൽപ്പത്തൂര് സ്തുതിച്ചവിടെ നിർത്തി. നോക്കുമ്പോ 10 ശ്ലോകങ്ങളായി കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യമായി കഴിഞ്ഞു. ഭഗവാനെ സന്തോഷിക്കണേ എന്നും പറഞ്ഞ് മേൽപ്പത്തൂരവിടെ നമസ്കരിച്ചു, ഓല കെട്ടി. ഗുരുവായൂരപ്പൻ കൃതാർത്ഥനായി ഇറങ്ങി. അപ്പൊ ആലോചിച്ചു, ആ ഭഗവാൻ ഇന്ന് വൈകുന്നേരം തന്നെ ആ ഭഗവതിയുടെ മുമ്പില് ഇടത്തരികത്തെ നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് പോയി ഇതിലൊരു 2 ശ്ലോകം അങ്ങോട്ട് ചൊല്ലി കേൾപ്പിക്കണോ? ഒരു നിമിഷം തോന്നി. അടുത്ത നിമിഷം തന്നെ തീർച്ചയാക്കി വേണ്ടതില്ല. ഈ നാരായണീയത്തിന്റെ രചന അങ്ങോട്ട് പൂർത്തിയാവട്ടെ, ഇതങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അതിലൊരു രസമുണ്ട്. എന്താച്ചാൽ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചതിലേ, ഈ ഭഗവതിയെ നമസ്കരിക്കുന്നത്, ഒരു ഭക്തൻ നമസ്കരിക്കുന്നത് കേട്ടിട്ട്, ആ നമസ്കാരത്തിന്റെ മഹിമ കേട്ടിട്ടാണ് ഭഗവാന് നമ്മുടെ ഉണ്ണിയായ ഗുരുവായൂരപ്പന് ഇതുപോലൊരു കൃതി ഉണ്ടാവണം എന്നുള്ള തോന്നലുണ്ടായത്. മധുക്ഷീരദ്രാക്ഷ മധുരീണ ഫണിതയാ. ആ ആചാര്യസ്വാമികള് തന്റെ സൗന്ദര്യലഹരിയിലെ ആ ജഗദംബികയെ, ഇടത്തപുരകത്ത് അരികത്ത് കാവിലെ അമ്മയെ ഇങ്ങനെയാണ് പ്രകീർത്തിച്ച് നമസ്കരിക്കണത്. ഈ അമ്മയെ, ഇടത്തരികത്ത് അമ്മയെ ഒന്നങ്ങോട്ട് നമസ്കരിച്ചാൽ നമസ്കരിക്കുന്നവന്റെ വാക്കിന് തേനിന്റെ, പാലിന്റെ, കുരുല്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിഞ്ഞയുടെ ഒക്കെ മാധുര്യം, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്നിച്ചു ചേർന്നാലത്തെ ആ മധുരരസം ഉണ്ടാവും എന്ന് ആചാര്യസ്വാമികൾ തന്റെ സൗന്ദര്യലഹരിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ടാണ് ഇതുപോലെ സൗന്ദര്യലഹരി പോലൊരു ഗ്രന്ഥം തനിക്കുണ്ടാവണം, ഇതുപോലൊന്നുണ്ടാവണം, ഇതായിരുന്നു ഭഗവാന്റെ ആഗ്രഹേ. ഇപ്പോഴോ മേൽപ്പത്തൂരും പറഞ്ഞു, ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചാലത്തെ ആ വൈഭവം. ഭഗവതിയെ നമസ്കരിച്ചാൽ എന്താ ഉണ്ടാവുക? വാക്കിന് മാധുര്യം ഉണ്ടാവും എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂരപ്പനെ നമസ്കരിച്ചാലോ
അനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇതാണ് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചാൽ. ഇത് താൻ തന്നെ പറയണോ? ഞാൻ പറയേണ്ടതില്ല, ഞാൻ പറയണ്ട. ഇതാണ് ഭഗവാൻ തീർച്ചയാക്കിയത്. ഈ നാരായണീയത്തിന്റെ രചന എന്നാട് കഴിഞ്ഞോട്ടെ. അനേകം ആൾക്കാരായിട്ട് നാരായണീയ ഭക്തന്മാര്, ഗുരുവായൂരപ്പ ഭക്തന്മാരായിട്ട് ഇതവിടെ ഇങ്ങട് കേൾപ്പിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു സംശയവും ഇല്ല. ആ ഗുരുവായൂരപ്പന്റെ അന്നത്തെ മനസ്സിലുള്ള ആ ആഗ്രഹം അതാണ് ഇപ്പൊ അങ്ങനെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കൂ, ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് തൊഴുതു കഴിഞ്ഞ് എത്ര ആൾക്കാരാ ഭഗവതിയുടെ മുമ്പിലിരുന്ന് നാരായണീയ അങ്ങനെ വായിക്കണത്. അതുപോലെ തന്നെ ഇന്ന് ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലല്ല, കേരളത്തിൽ എന്നല്ല ലോകത്തിൽ മുഴുവനും എവിടൊക്കെ ഭഗവാന്റെ സങ്കല്പങ്ങളുണ്ടോ, ഭഗവാനെ ആരാധിക്കുന്നുണ്ടോ, അവിടെ മുഴുവനും എത്ര ദേവീ ദേവന്മാരുടെ, മഹാദേവന്റെ ഒക്കെ ക്ഷേത്രങ്ങളില് നാരായണീയം ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ ഇനി കേൾക്കുമ്പോഴോ ആ അമ്മ ചിരിക്കും. നാരായണീയം തനിക്ക് കേൾപ്പിച്ചവരെ അനുഗ്രഹിക്കും. ഇതുകൊണ്ട് നാരായണീയം വായിക്കുന്നവർക്ക് 2 പേരുടെ അനുഗ്രഹം ഉണ്ടാവും. നമ്മളേതെങ്കിലും മഹാദേവന്റെ അമ്പലത്തില് അല്ലെങ്കിൽ മഹാജഗദംബികയുടെ അമ്പലത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ സൗധത്തിലിരുന്ന് വായിരിക്കുമ്പോ അവിടെയുള്ള ആ ജഗദംബികയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാദേവന്റെ അനുഗ്രഹം, പിന്നെയോ ഈ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, അങ്ങനെ 2 പേരുടെ അനുഗ്രഹം. വായന കേട്ട അമ്മയുടെ അല്ലെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. 2 പേരുടെ. അമ്മയെ നമസ്കരിച്ചാലുള്ള വാഗ്വൈഭവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ വാഗ്വൈഭവം എന്തിനാ നമ്മൾ ഉപയോഗിക്കേണ്ടത്? സംശയിക്കാനില്ല. അതുപയോഗിച്ച് ഭഗവാനെ ഇങ്ങോട്ട് നമസ്കരിക്കുക. അപ്പോഴാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അങ്ങോട്ട് പൂർണ്ണാവുക. ഗുരുവായൂരപ്പൻ അങ്ങോട്ട് സന്തോഷാവുക. അപ്പോളാ നാരായണീയം വായിച്ചങ്ങോട്ട് സന്തോഷാവുക ഗുരുവായൂരപ്പൻ ആ സന്ദർഭത്തിലാണ്. അനഭ്യർത്ഥിതാനപ്യർത്ഥാൻ, ആ ഗുരുവായൂരപ്പനാകട്ടെ എല്ലാം വാരി വിതറി അങ്ങോട്ട് വർഷിച്ച് നമ്മളെ അങ്ങോട്ട് അനുഗ്രഹിക്കും. എന്നിട്ട് എന്തു തോന്നണു എന്ന ഭാവത്തില് നമ്മുടെ മുഖത്തേക്കൊരു നോക്കലുണ്ട്. ആ സമയത്ത് ഗുരുവായൂരപ്പനോട് മറുപടി പറയാൻ കഴിയാണ്ട് കണ്ഠമിടറിക്കൊണ്ട് കണ്ണിൽ നിന്ന് വരുന്ന അശ്രുബിന്ദുക്കള് കവിളിലൂടെ അങ്ങോട്ട് ഒഴുകി കൃതജ്ഞതയോടെ തൊഴുകയുമായിട്ട് ഒരു നിൽപ്പുണ്ട് നമ്മുടെ. ഇപ്പൊ എന്താ നിനക്ക് തോന്നുന്നത്? ഭഗവാന്റെ ചോദ്യം. ഭഗവാനെ, അങ്ങയെ നമസ്കരിച്ച് തൊഴുകാൻ മാത്രമേ നമുക്കാവുള്ളൂ. ഭഗവാനെ നമസ്കരിക്കാൻ മാത്രമേ ആവുള്ളൂ. ഗുരുവായൂരപ്പൻ വളരെ കൃതാർത്ഥനായിട്ടാണ് അന്ന് ആ നാരായണീയത്തിൽ ആദ്യത്തെ ദശകം കേട്ടുകൊണ്ട് ശ്രീലകത്തേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിയത്. അങ്ങനെ ആദ്യ ദശകം ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളില് സമർപ്പിക്കണു. ത്വൽ പ്രസാദായ ഭൂയാൽ, ത്വൽ പ്രസാദായ ഭൂയാൽ. ഗുരുവായൂരപ്പ, അവിടുത്തെ സന്തോഷത്തിനായി ഭവിക്കണമേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.